ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മോന് എക്സാം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് റിവിഷൻ ഡേയ്സ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ടൈം കിട്ടുന്നതനുസരിച്ചാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഒരു 1 വീക്കൊക്കെ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. മോന് പഠിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ ഓൾറെഡി എക്സാമൊക്കെ കഴിഞ്ഞു. അതിന് മുമ്പുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ രാവിലെ തന്നെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് സബ്ജി കറിയാണ് കേട്ടോ. അതിൽ നമുക്ക് ഇവിടെ ഉണ്ടായ പഴവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ ചപ്പാത്തിയും പഴവും നല്ല ടേസ്റ്റാണ്, കഴിച്ച് നോക്കും, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തക്കാളി തീയലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് നന്നായിട്ട് തീയിൽ ചൂടാക്കി വറുത്തെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തു കേട്ടോ. അതാദ്യം തന്നെ നമ്മളൊന്ന് ഒട്ടും കരിഞ്ഞു പോകാതെ പതുക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു കടും ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെക്കുകയാണ് ചെയ്യുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ആദ്യം അടിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു അംശം വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യാം. ഇത് ചേർത്തിട്ടാണ് നമ്മൾ തീയൽ ഐറ്റംസ് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ തക്കാളി ഇട്ടിട്ടുള്ളൊരു തീയലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടി മിക്സിയിൽ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരച്ചെടുത്ത അരപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. തക്കാളി, സവാള, പച്ചമുളക് ഇതെല്ലാം തന്നെ ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൽ ഇത്തിരി വേവിക്കും കേട്ടോ, ചട്ടിയിലിട്ട്. അത് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. തീയലിലൊക്കെ സാധാരണ പുളിയൊക്കെ ചേർക്കും. പക്ഷേ തക്കാളി തീയലാവുമ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് പുളി, വാളംപുളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൽ തന്നെ പുളി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ അരച്ച് വെച്ചത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇറക്കുക കേട്ടോ. ഒരുപാട് തിളച്ച് പോകണ്ട, നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുക് താളിച്ച് വറ്റൽമുളകോ കറിവേപ്പില ഇതെല്ലാം താളിച്ച് നമ്മൾ കടുക് താളിച്ചിടുകയാണ് ചെയ്യുക. അത്യാവശ്യത്തിന് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ ചേർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു തീയലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ കുറേ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തതല്ല, നമ്മൾ കൈയോടെ തന്നെ അങ്ങനെ വിരിച്ചിടുകയും കൂടെ ചെയ്തു കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ, നല്ല വെയിൽ, സമ്മർ തുടങ്ങി. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് 1 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ നമ്മൾ ഈ അലക്കിയ തുണി വിരിച്ചിട്ടാൽ ഉണങ്ങി കിട്ടാനായിട്ട്. അത്രത്തോളം വെയിലാണ്, നല്ല വെയിലാണ്. നമ്മൾ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അത്രത്തോളം വെയിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ക്യാബേജ് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഡാൻസ് പ്രോപ്പർട്ടി മേക്കിംഗ് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ ഇന്ന് ഫുള്ളായിട്ട് അതായിരുന്നു വർക്ക്. നമ്മുടെ ഫോട്ടോഷൂട്ട് വരാൻ പോവുകയാണ്, അടുത്ത ദിവസമാണ് നമുക്ക് ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒപ്പം പണി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് വർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലങ്ങകളെല്ലാം പൊടി തട്ടിയെടുത്തു, എല്ലാം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വർക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാനും ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചിലങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൗച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൗച്ചിലേക്ക് ഇട്ട് വെക്കുകയാണ്. നല്ലൊരു ഭംഗിയുള്ള പൗച്ചാണ്, ചിലങ്കയുടെ ചിത്രമുള്ള ഒരു പൗച്ചാണ് കേട്ടോ വരുന്നത്. മറ്റേ ചാക്ക് ബാഗ് പോലത്തെ ബാഗാണ്. അപ്പോൾ അതിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് പൊടിയൊക്കെ പിടിക്കാതിരിക്കും. നല്ല രീതിയിൽ നമുക്ക് അലങ്കരിച്ച് വെക്കുന്ന പോലെ വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനൊരു പൗച്ചും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ടൊക്കെ നോക്കുകയാണ്. കുഴപ്പമില്ല, കിടക്കുകയൊക്കെ ചെയ്യും. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലും ഒരു കള്ളിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെന്ന് കാര്യങ്ങളൊക്കെ ഇടാനും നമുക്ക് ഉപകരിക്കുന്ന ഒരു ബാഗാണുള്ളത്. ഞാനിതൊരു 250 റുപ്പീസിനായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ബാഗായിട്ട് എനിക്ക് തോന്നി. ഞാനപ്പോൾ അതിൽ വെറുതെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ നമുക്ക് അതിനോടൊരു നല്ല അറ്റാച്ച്മെൻറ്റ് തോന്നി കേട്ടോ. അങ്ങനെ ആ പണികളും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മോനും ചേട്ടനും കൂടെയാണ് പോകാനിരുന്നത്. കുറച്ച് നമ്മൾ ഐറ്റംസ് മേക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് സാധനം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടും കൂടെ അവർ പോയി കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചാമ്പക്ക മരത്തിലൊക്കെ നിറയെ ചാമ്പയ്ക്ക പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് ചെറിയ ചാമ്പക്കയുടെയാണ്. പിന്നെ ഈ ചെറിയ ചാമ്പക്കയുടെ മുട്ടിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി അത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴാണ് നിറയെ ഫുൾ ചാമ്പക്ക ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പനിനീർ ചാമ്പക്കയിൽ നല്ല നല്ല വലിയ ചാമ്പയ്ക്ക ഇതേപോലെ ഉണ്ടായിട്ട് 2-3 കൊല മാത്രം മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വവ്വാലും കിളികളൊന്നും കൊത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കവറിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ കവറിടാൻ നിന്നപ്പോഴത്തേനും എൻ്റെ കയ്യിലേക്ക് 2 ചാടി വന്നു കേട്ടോ. പിന്നെ കവറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ചെറുതാണ്. അപ്പോൾ അത് വലുതായി വരുന്നേ ഉള്ളൂ കേട്ടോ. വലുതാകുമ്പോൾ കാണിക്കാം. പിന്നെ അത് കൈയോടെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ കൈയോടെ തന്നെ കഴുകി വെച്ചു കേട്ടോ. അതപ്പോൾ തന്നെ കഴുകി വെക്കാറുണ്ട്. ഒന്നും നമ്മൾ പെൻഡിങ് ഇടില്ല. നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ നമ്മൾ കഴുകി വെക്കുകയാണ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കൊരു ആശ്വാസമാണ് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ അവിടെ ക്ലീനൊക്കെ ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം കാച്ചിയതായിരുന്നു കേട്ടോ. പണ്ട് തൊട്ട് വെളിച്ചെണ്ണ കാച്ചി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചൊരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. അതിൽ സാധാരണ ചേർക്കുന്ന ചുവന്നുള്ളി, കറിവേപ്പില, കറ്റാർവാഴ, കുരുമുളക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് അതിൽ ചേർക്കുന്നത്. എല്ലാം ചേർത്ത് അത് ഊറി വരാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചതായിരുന്നു. 2 ദിവസമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഇരുമ്പ് ചട്ടിയിൽ വെക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഊറ്റി എടുത്ത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്ന ഒരു ടിന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അത് 2-3 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഒരു ഭാഗം വളരെ നല്ല സത്തുള്ളതാണ്. അത് വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അങ്ങനെ വെക്കുക. പിന്നെ ബാക്കിയുള്ള ആ വേസ്റ്റ് മെറ്റീരിയൽസായിട്ട് വരുന്നതെല്ലാം തന്നെ ഒരു തുണിയിലാക്കിയിട്ട് ആ തുണിയിൽ നമ്മൾ ഇട്ട് കിഴി പിഴിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ കിഴി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കുപ്പിയിലേക്ക് ഏറ്റവും നല്ല സത്തുള്ള ഭാഗം കിട്ടും. അപ്പോൾ അതാ ഞാനൊരു ചെറിയ തുണി എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഈ ബാക്കിയുള്ള എണ്ണ കാച്ചിയതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന കറിവേപ്പിലയും ഇതിൻ്റെയൊക്കെ തന്നെ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കിഴി കെട്ടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ആ പിഴിഞ്ഞെടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല സത്തുള്ളതാണ്. അത് നമ്മുടെ മുടിയിലേക്ക് നല്ലതായിരിക്കും. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കിഴി കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത ഹെയറൊക്കെ ആണെങ്കിലും എണ്ണ തേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്ന നമ്മൾ കുളിക്കുമ്പോഴും ഒക്കെ അവർ പറയുന്ന ഷാമ്പു മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. എന്നാൽ മാത്രമായിരിക്കും അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ എണ്ണ തേച്ചെന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകണില്ല, സ്ട്രെയിറ്റ് ഒന്നും പോവുമൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയതൊന്നും എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല. എണ്ണ തേച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ മേടിക്കുന്ന ആ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തലയോട്ടിയിലേക്ക് നന്നായിട്ട് പിടിച്ചിറങ്ങുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല മുടി പുതിയതായിട്ടൊക്കെ കിളിർത്ത് വരും. പിന്നെ ഉള്ള മുടി പോവുകയില്ല. ഹെയർ ഫാൾ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മൊത്തം മയിലുകളായിരുന്നു. അവർക്ക് നടക്കാൻ എടുക്കുന്ന സ്ഥലമായിട്ടാണ് അവർ കാണുക. ഫാമിലി ആയിട്ടാണ് ഉള്ളത്. കുറേ മയിലുകളുണ്ട്. ചില സമയത്തൊക്കെ എണ്ണിത്തീരില്ല, അത്രത്തോളം നമുക്ക് മയിലുകൾ വരാറുണ്ട്. നമ്മളുടെ ടെറസിൻ്റെ മേലെയും പിന്നെ അവിടെയുള്ള തെങ്ങിൻ്റെ അവിടെ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിറ്റ് ഔട്ടിൽ വന്ന് ചിലപ്പോൾ നമുക്ക് കാഷ്ടിച്ച് വെക്കാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്നോളും. പീലിയുള്ള മയിലുകളുണ്ട് 2-3 എണ്ണം. ഇപ്പോൾ ഇതാ നടക്കാൻ വന്നിരിക്കുന്നതൊക്കെ പീലി ഇല്ലാത്ത മയിലുകളാണ് കേട്ടോ. പെൺമയിലാണ്. പീലിയുള്ള മയിലാണല്ലോ ആൺമയിൽ. അതുകൊണ്ട് ഒരു 2-3 എണ്ണമൊക്കെ. അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാനായിട്ട് നിന്നു. അത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസമാണ് നമുക്ക് ഫോട്ടോഷൂട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും വരാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈവനിങ് ഞങ്ങൾ റെഡിയായി ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഒരു വെയിലൊക്കെ അറിയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് ഈവനിങ് ക്ലാസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കർട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾ പണിയുമാണ്. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ് അവിടെ ക്ലാസ്സിലും എല്ലാം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡാൻസേഴ്സായിട്ടുള്ള ബോയ്സ് ഗേൾസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂംസ്, അതെല്ലാം അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മളെല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മുടെ അവിടെയുള്ള എല്ലാവരും തന്നെ ടീനേജേഴ്സ്, കൗമാരക്കാർ, യൂത്ത് അങ്ങനെയുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പോൾ ന്യൂ ജനറേഷൻ ഒരു ഇതാണ്. അപ്പോൾ അവരുടെ നന്മയും തിന്മയും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏകദേശം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരുടെ ഓരോ സ്വഭാവങ്ങളും അവരെന്തൊക്കെ നമ്മളോട് പറയുന്നു, അതെന്താണ്, ശരിയാണോ തെറ്റാണോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ വർഷങ്ങളായിട്ട് ഒത്തിരി കുട്ടികൾ ഇതിൽ കൂടെ നമുക്ക് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അവരുടേതായ നന്മകളും തിന്മകളും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.